ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള അഴിമതികളുടെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കഴിഞ്ഞ കുറച്ച് സമയങ്ങൾക്ക് മുൻപായിരുന്നു ഇത്തരത്തിൽ പ്രഭാമണ്ഡലം വരെ അവിടെ നിന്ന് മോഷണം പോയിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ പുറത്തു വന്നത്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് SIT കടകംപള്ളിയെ ചോദ്യം ചെയ്തതും അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങളും ഉയർന്നിരുന്നു. രഹസ്യമായി ചോദ്യം ചെയ്തത് എന്തിന് എന്നുള്ള രീതിയിൽ. ഇപ്പോൾ കടകംപള്ളിയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPM യഥാർത്ഥത്തിൽ ഭയന്ന് നിൽക്കുകയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു വിഷയവുമായി നമ്മളോട് സംസാരിക്കാൻ എത്തിയിരിക്കുന്നത് അഡ്വക്കേറ്റ് വസന്ത് തെങ്ങുംപള്ളിയിലാണ്. നമസ്കാരം വക്കീലെ. നമസ്കാരം. കടകംപള്ളിയുടെ അറസ്റ്റ് അതായത് തെരഞ്ഞെടുപ്പിന് മുൻപ്, നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇത്തരത്തിലൊരു അറസ്റ്റോ അല്ലെങ്കിൽ ഇനി ഒരു തവണ കൂടി മൊഴിയെടുക്കൽ ഉണ്ടായാൽ അത് CPM ഉണ്ടാക്കാൻ പോകുന്ന ക്ഷീണം വളരെ വലുതായിരിക്കില്ലേ? ഉറപ്പായും. മാത്രമല്ല, കടകംപള്ളിയിലേക്ക് എത്താതിരിക്കാൻ ആവുന്നത്ര മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിയന്ത്രിക്കുന്ന P ശശിയും ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോ അടൂർ പ്രകാശിലേക്ക് അന്വേഷണത്തെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. നോക്കൂ, ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബെഞ്ച് ആദ്യമായി SIT രൂപീകരിക്കുമ്പോൾ തന്നെ സർക്കാരിന്റെ നിലപാട് 90കൾ തൊട്ടുള്ള അന്വേഷണം ഉണ്ടാവണമെന്നാണ്. അപ്പോ ദേവസ്വം ബെഞ്ച് പറഞ്ഞ അതിന്റെ ആവശ്യമില്ല, സ്വർണം പോയത് 2019 കാലഘട്ടത്തിലാണ്, ആ സമയത്തെ അന്വേഷണമാണ് ആവശ്യമെന്ന്. പക്ഷെ എങ്കിൽ പോലും ദേവസ്വം ബെഞ്ച് കൃത്യമായ ഫ്രെയിം വർക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏത് തരത്തിലാണ് അന്വേഷണം പോകേണ്ടത്, ഏതൊക്കെ ബൗണ്ടറികളിലൂടെയാണ് അന്വേഷണം കടന്നു പോകേണ്ടത്, അതിന് കടക്കാൻ പാടില്ല എന്ന് ദേവസ്വം ബോർഡ് സാധാരണ ഒരു SIT പ്രഖ്യാപിക്കുന്നതിനേക്കാൾ വിഭിന്നമായി ആദ്യം തന്നെ പറഞ്ഞ ഒരു അന്വേഷണമാണിത്. പക്ഷെ നോക്കൂ, ഇപ്പോ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ പോകുന്നു. അടൂർ പ്രകാശിന് നോട്ടീസ് കിട്ടിയിട്ടില്ല, പക്ഷേ CPM നേതാക്കളെല്ലാം അറിഞ്ഞു. അപ്പൊ SIT നിയന്ത്രിക്കുന്നത് CPM നേതാക്കളല്ലേ എന്നൊരു സംശയം നമ്മുടെ മുമ്പിൽ വരികയാണ്. ഞങ്ങൾ അതുകൊണ്ടാണ് തുടക്കം തൊട്ടേ ഈ വിഷയത്തിൽ CBI അന്വേഷണം വേണമെന്നും ആ CBI അന്വേഷണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ വേണമെന്നും ആവശ്യപ്പെടാൻ കാരണം ഇപ്പൊ നോക്കൂ, SIT എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു വാക്കുകൊണ്ടൊക്കെ ഭയങ്കര ഊഷ്മളത ഉണ്ടാകുമെങ്കിലും ഈ SIT-യിലെ ഉദ്യോഗസ്ഥരെല്ലാം സംസ്ഥാന സർക്കാരിന് കീഴിലുള്ളവരാണ്. അവർക്ക് നാളെ പ്രൊമോഷൻ കിട്ടണമെങ്കിലും പെൻഷൻ കിട്ടണമെങ്കിലും ട്രാൻസ്ഫർ കിട്ടണമെങ്കിലും ഒക്കെ ഇതേ സംസ്ഥാന സർക്കാരിന്റെ അടുത്തേക്ക് ചെല്ലേണ്ടി വരും എന്നുള്ളൊരു ബോധ്യം അവരുടെ മുമ്പിലുണ്ട്. ഇതേ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനെ ഇതിന്റെ തീരുമാനങ്ങൾ അവരുടെ കരിയറിനെ ബാധിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ ഒരു പരിധിക്കപ്പുറത്തേക്ക് SIT-ക്ക് മുമ്പോട്ട് പോകാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒരുപക്ഷെ PS പ്രശാന്തിനെ കൂടി അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം പ്രശാന്ത് പഴയ കോൺഗ്രസ്സുകാരനാണല്ലോ. അതാണല്ലോ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്, പ്രശാന്ത് ആരാണ് എന്ന് ഞങ്ങൾക്ക് അറിയില്ലല്ലോ എന്നാണ് പറഞ്ഞത്. അപ്പൊ പ്രശാന്ത് പഴയ കോൺഗ്രസ്സുകാരനായതുകൊണ്ട് കോൺഗ്രസിൽ നിന്ന് കിട്ടിയ ഗുണമാണ് എന്ന് പറഞ്ഞ് തടിതപ്പാൻ അവർ ശ്രമിച്ചേക്കാം. പ്രശാന്തിലേക്ക് വരെ അന്വേഷണം എത്താം. പക്ഷെ കടകംപള്ളിയെ അറസ്റ്റ് ചെയ്യാൻ SIT-ക്ക് ഒരു മടിയുണ്ട്. ആ മടി സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രഷറാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ പ്രഷർ ഇല്ലാതാവണമെങ്കിൽ SIT അന്വേഷണം പോരാ. കാരണം ഇപ്പൊ നോക്കൂ, D മണിയുടെ ഒക്കെ ഇൻവോൾവ്മെന്റ് വന്നതോടുകൂടി ഇതിനൊരു അന്താരാഷ്ട്ര മാനം കൈവന്നിരിക്കുകയാണ്. ആ അന്താരാഷ്ട്ര മാനം അന്വേഷിക്കണമെങ്കിൽ അതിന് പറ്റിയ ഏജൻസി വേണം. ഇപ്പൊ എലിയെ പിടിക്കാൻ എലിപ്പെട്ടി മതി അല്ലെങ്കിൽ പൂച്ച മതി എന്ന് പറഞ്ഞ് നമുക്ക് പുലിയെ പിടിക്കാൻ വേണ്ടി എലിപ്പെട്ടി കൊണ്ട് പറ്റില്ലല്ലോ. എലിയെ പിടിക്കാൻ എലിപ്പെട്ടിയും പൂച്ചയൊക്കെ മതി. പക്ഷെ പുലിയെ പിടിക്കണമെങ്കിൽ കൃത്യമായ ആര് വേണം? ഒരു ഫോറസ്റ്റ് ഗാർഡ് വേണം, അല്ലെ? അല്ലെങ്കിൽ വെടിവെപ്പുകാരൻ വേണം. അപ്പൊ അതിന് പറ്റുന്ന ഏജൻസി തന്നെ വരണം. ആ ഏജൻസി എന്റെ അഭിപ്രായത്തിൽ CBI ആണ്. ആ CBI അന്വേഷണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഉണ്ടാവുകയും ചെയ്യണം. ഇപ്പം അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഇന്ന് വെളിയിൽ വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ ഇതൊക്കെ കോൺഗ്രസ് നേരത്തെ പ്രൊഡിക്ട് ചെയ്താണ് കേട്ടോ. ദ്വാരപാലകർ മാത്രമാണോ പോയത് എന്ന സംശയം ഞങ്ങൾ മുമ്പേ പ്രകടിപ്പിച്ചാണ്. അതിനേക്കാൾ കൂടുതൽ സ്വർണം അവിടെ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന സംശയം ഞങ്ങൾ ആദ്യമേ പറഞ്ഞതാണ്. സ്വർണം നഷ്ടപ്പെട്ടു എന്നതല്ല ഹർഷ ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. ഇപ്പൊ ശബരിമലയിലെ സ്വർണം അല്ല, ചെമ്പാണ് എന്ന് ഇവർ സ്ഥാപിച്ചു വന്നിരിക്കട്ടെ. ചെമ്പായിക്കോട്ടെ, ചെമ്പാണെങ്കിൽ പോലും ശബരിമലയിലെ വസ്തു എന്നതാണ് അതിന്റെ വില, അല്ലാതെ സ്വർണത്തിന്റെ വിലയല്ല. അതിന്റെ ആന്റിക് വാല്യൂ. ഇപ്പൊ ചെമ്പോ ഓടോ പിത്തളയോ ഇനി മണ്ണ് കുഴച്ച് കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിയതാണെങ്കിൽ പോലും ശബരിമലയിൽ വർഷാവർഷങ്ങളായി ദശാബ്ദങ്ങളായി ഉപയോഗിച്ചു വരുന്ന പൂജയ്ക്ക് വിധേയമാകുന്ന വസ്തു, അതാണ് അതിന്റെ വാല്യൂ, അതാണ് ആന്റിക് വാല്യൂ. അപ്പൊ അതിന് സ്വർണം നഷ്ടപ്പെട്ടു എന്നതിനപ്പുറത്ത് മറ്റൊരു മാനമുണ്ട്. ആ മാനം അന്വേഷിക്കണമെങ്കിൽ CBI എത്തിയേ മതിയാവുകയുള്ളൂ. അതെ, പക്ഷേ ഇപ്പോൾ SIT ഇത്തരത്തിൽ ഹൈക്കോടതിയുടെ ഒരു നേതൃത്വത്തോടു കൂടിയാണ് SIT-യുടെ ഒരു നീക്കങ്ങളെന്നും അതുകൊണ്ട് തന്നെ SIT-ൽ ഒരു പരിധിയിൽ കൂടുതൽ സർക്കാരിന് കൈകടത്താൻ സാധിക്കില്ല എന്നുമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനപ്പുറം ഇപ്പോൾ SIT-യുടെ ഭാഗത്ത് നിന്നാണെങ്കിലും കടകംപള്ളിയുടെ ഇത്തരത്തിൽ 2016 മുതൽ 2021 വരെ അദ്ദേഹം നടത്തിയ ആ ഒരു വിദേശ യാത്രകൾ എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളും അതിന് പിന്നാലെയുള്ള യാത്രകളും SIT ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ്. പെട്ടെന്നൊരു ദിവസം പോയി കടകംപള്ളി അറസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ ഇത്തരത്തിലുള്ള SIT-യുടെ നീക്കം യഥാർത്ഥത്തിൽ കടകംപള്ളിയെ കൊടുക്കാൻ അവർ മനഃപൂർവ്വം കടകംപള്ളിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ലല്ലോ. അതെ, നോക്കൂ, കടകംപള്ളിയെ ചോദ്യം ചെയ്തത് എത്ര ദിവസം കഴിഞ്ഞാണ് നിങ്ങൾ അറിയുന്നത്? നിങ്ങൾ അറിയുന്ന മാധ്യമങ്ങളാണ് അത് വെളിയിൽ വിടുന്നത്, അല്ലാതെ SIT അല്ല കേട്ടോ. മാധ്യമങ്ങളാണ് അത് വെളിയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ബാക്കിയുള്ളവരെ ഒന്നും ചോദ്യം ചെയ്യാൻ ഈ പ്രശ്നം ഉണ്ടായിരുന്നില്ല.
ഇപ്പോ പത്മകുമാറിനെ ആവട്ടെ, അല്ലെങ്കിൽ വാസുവിനെ ആവട്ടെ, എൻ വിജയകുമാറിനെ ആവട്ടെ, ഇവരെയൊക്കെ ചോദ്യം ചെയ്യുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നത് നിങ്ങളുടെ മുമ്പിൽ വെച്ചായിരുന്നു. കടകംപള്ളിക്ക് മാത്രം എന്തിനാണ് ഒരു മറ? എന്തിനാണ് ചോദ്യം ചെയ്യാൻ വേണ്ടി ഒരു സ്പെഷ്യൽ കെയർ കൊടുക്കുന്നത്? അത് ചോദ്യം ചെയ്യപ്പെടണ്ടേ? അപ്പൊ അവിടെയാണ് ഞാൻ പറഞ്ഞത്, മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് ചില ഉന്നത IPS ഉദ്യോഗസ്ഥരും ആ IPS ഉദ്യോഗസ്ഥരെ ആഭ്യന്തര വകുപ്പിനെ കൈകാര്യം ചെയ്യുന്ന പി ശശിയാണ് ശരിക്കും ആഭ്യന്തര വകുപ്പിന്റെ മന്ത്രി. അത് നമ്മൾ പിണറായി വിജയനാണ് മന്ത്രി എന്നൊക്കെ പറയുമെങ്കിലും അതിനെ നിയന്ത്രിക്കുന്ന പി ശശിയാണ്. അപ്പൊ പി ശശി എന്ന ആഭ്യന്തര വകുപ്പിന്റെ മന്ത്രിയും ചേർന്ന്, അപ്രഖ്യാപിത മന്ത്രിയും ചേർന്ന്, സൈലന്റ് ഹോം മിനിസ്റ്ററും ചേർന്ന് എന്ത് ചെയ്യുന്നു? ഈ അന്വേഷണത്തെ അട്ടിമറിക്കുകയാണ്. അവർക്ക് അട്ടിമറിച്ചാൽ മതിയാവുകയുള്ളൂ. കാരണം നോക്കൂ, ഈ ശബരിമല പ്രക്ഷോഭം നടക്കുന്ന സമയത്താണ് ഒന്നാമതായി ഈ തട്ടിപ്പ് അവിടെ നടക്കുന്നത്. അപ്പൊ ഈ ശബരിമല പ്രക്ഷോഭം അവിടെ നടത്താൻ സഹായിച്ചത് പത്മകുമാറാണ് എന്ന് രാഹുൽ ഈശ്വർ അടക്കമുള്ളവർ വ്യക്തത വരുത്തിയിട്ടുമുണ്ട്. അപ്പോൾ ശബരിമലയിൽ ഒരു പ്രക്ഷോഭം ഉണ്ടാക്കിയത് സർക്കാർ അതിന്റെ ഇടയ്ക്ക് ഈ കൊള്ള നടത്താനായിരുന്നു എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരില്ലേ? അങ്ങനെ ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റുമോ? ശബരിമലയിൽ ഒരു പ്രക്ഷോഭം നടക്കുന്നു, വലിയ പ്രക്ഷോഭങ്ങൾ നടക്കുന്നതിന്റെ ഇടയ്ക്ക് ആരും ശ്രദ്ധിക്കാതെ കള്ളന്മാർ മുതലടിച്ചുകൊണ്ട് പോകുന്നു. അതായത് ഇല്ലം കത്തുമ്പോ ഇത് വലിക്കുക എന്ന് പറയുന്ന പോലെ, വാഴ വെട്ടുക എന്ന് പറയുന്നത് പോലത്തെ പരിപാടിയാണോ അവർ ചെയ്തത്? ഒരു സൈഡിൽ വലിയ പ്രക്ഷോഭങ്ങൾ നടക്കുന്നു, വലിയ സമരങ്ങൾ നടക്കുന്നു. ആ സമയത്ത് മുഴുവൻ പോലീസ് ഫോഴ്സിന്റെ, ഉദ്യോഗസ്ഥരുടെ, സർക്കാർ സംവിധാനങ്ങളുടെ, പ്രതിപക്ഷത്തിന്റെ ഒക്കെ ശ്രദ്ധ ആ പ്രക്ഷോഭത്തിലേക്ക് പോകുന്ന സമയത്താണ് ഈ കൊള്ള അപ്പുറത്ത് നടക്കുന്നത്. ആരും ശ്രദ്ധിക്കില്ല എന്ന് ഉറപ്പുവരുത്തി ഒരു കൊള്ള നടക്കുകയാണ്. ഈ തിരുട്ടു സംഘങ്ങൾ പോലും, തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന തിരുട്ടു സംഘങ്ങൾ പോലും ഇത്രമാത്രം പ്ലാൻ ചെയ്ത ഒരു കൊള്ള നടത്താറില്ല. അപ്പോ പ്ലാനിങ് ആൻഡ് എക്സിക്യൂഷനിൽ ഈ കൊള്ള നടത്തിയതിൽ CPM എന്ന് പറയുന്ന തിരുട്ടു സംഘത്തിന് വലിയ പങ്കുണ്ട് എന്നാണ് യാഥാർത്ഥ്യം. അതെ, ഇപ്പോ കഴക്കൂട്ടത്തെ ഇത്തരത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ പറയുന്ന കടകംപള്ളിയെ തന്നെ സ്ഥാനാർത്ഥിയായി നിർത്തണമെന്നായിരുന്നു CPM-ന്റെ പദ്ധതികൾ എന്നാണ് പുറത്തു വരുന്നതിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷെ അതിന് പോലും അനിശ്ചിതത്വത്തിലാക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. പക്ഷെ ഈ ഒരു വിഷയം CPM-നെ, കടകംപള്ളിയെ മാത്രമല്ല CPM-നെ പോലും വലിയ രീതിയിൽ ബാധിക്കാൻ പോകുന്നു എന്നാണ് നമുക്ക് ഇപ്പോൾ വരുന്ന വാർത്തകൾ നമ്മളിൽ പലർക്കും, അല്ലെങ്കിൽ ഈ പറയുന്ന പൊതുജനങ്ങൾക്ക് പോലും വിശ്വസിക്കാൻ സാധിക്കുന്നത്. പക്ഷേ അടൂർ പ്രകാശിലൂടെ ഇത്തരത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ പ്രതി, അല്ലെങ്കിൽ ഈ പ്രതിപട്ടിക കോൺഗ്രസിലേക്ക് നീളുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ നിഷേധിക്കാൻ സാധിക്കില്ലല്ലോ. അല്ല, കോൺഗ്രസിലേക്ക് അന്വേഷിക്കട്ടെ, അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യട്ടെ, എന്നിട്ട് അടൂരിലുള്ള എല്ലാവരും ചോദ്യം ചെയ്യട്ടെ. ഞാൻ പറയുന്നത് KPCC ഓഫീസിൽ ക്യാൻറ്റീൻ നടത്തുന്ന ഒരു മനുഷ്യനുണ്ട്, പുള്ളിയെ കൂടി ചോദ്യം ചെയ്തോട്ടെ. ഞങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല. AICC ഓഫീസിൽ ക്യാൻറ്റീൻ ഉണ്ടെങ്കിൽ അവിടെ പോയി ചോദ്യം ചെയ്തോട്ടെ. ഞങ്ങൾ സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്യാൻ തയ്യാറാണെന്നേ. ഞങ്ങൾ സോണിയാഗാന്ധി ചോദ്യം ചെയ്യലിന് വിധേയരാവാൻ തയ്യാറാണ്. ഞങ്ങൾ അത്ര ട്രാൻസ്പെറന്റ് ആണ്. ഞങ്ങൾക്ക് യാതൊരുവിധ കാര്യങ്ങളും ഇതിൽ മറച്ചു വെക്കാനില്ല. ഇപ്പൊ പോറ്റിയുടെ കൂടെ ഫോട്ടോ ഉള്ള എല്ലാവരും അറസ്റ്റ് ചെയ്യാനാണെങ്കിൽ പോറ്റിയുടെ ഫേസ്ബുക്ക് എടുത്തിട്ട് ആ ഫേസ്ബുക്കിൽ ആരുടെയൊക്കെ കൂടെ ഫോട്ടോ ഉണ്ട്, അവരെല്ലാം അറസ്റ്റ് ചെയ്യണ്ടേ? ഇപ്പൊ സ്വാഭാവികമായും ശബരിമലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാൾ എന്ന വ്യാജേന അവിടെ ഉണ്ടായിരുന്ന ഒരാൾക്ക് ചിലപ്പോൾ ഫോട്ടോ എടുക്കാൻ സാധിച്ചെന്ന് വരും. പ്രശസ്തരായ നേതാക്കൾക്കൊപ്പം. ശബരിമല എന്ന് പറയുന്നത് ഇന്ത്യയിൽ ആകെ വലിയ മാനമുള്ള ഒരു ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിന്റെ പോറ്റിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ഒരാളെ നേതാക്കളൊന്നും മാറ്റി നിർത്തില്ല. അന്ന് കൊള്ളയുമായി ബന്ധപ്പെട്ട് അയാളുടെ നേരെ ഒരു ആരോപണമില്ല. അതുകൊണ്ട് തന്നെ അടൂർ പ്രകാശിനെതിരായ ആരോപണം അന്വേഷിക്കപ്പെടുന്നതിലൊന്നും ഞങ്ങൾക്ക് പ്രശ്നമില്ല. പക്ഷെ അത് അന്വേഷിക്കാനാണ് എന്ന വ്യാജേന, അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ബാലൻസിങ് നടത്താൻ വേണ്ടി SIT ശ്രമിക്കുകയും കടകംപള്ളിയിൽ നിന്ന് ഈ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഈ പറയുന്ന സെന്റർ ഓഫ് അട്രാക്ഷൻ കടകംപള്ളിയിൽ നിന്ന് മാറ്റി വെക്കാൻ വേണ്ടി ഒരു ശ്രമം നടക്കുകയും ചെയ്താൽ അതിനെ പൊളിറ്റിക്കലി തന്നെ, രാഷ്ട്രീയപരമായി തന്നെ ഞങ്ങൾ ചോദ്യം ചെയ്യും എന്നതിൽ സംശയം വേണ്ട. കടകംപള്ളി മുൻപ് SIT-യുടെ ചോദ്യം ചെയ്യലിൽ അദ്ദേഹം ആദ്യം പറഞ്ഞത് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയില്ല എന്നായിരുന്നു. ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിരുന്നതും പിന്നീട് അത് മാറി ഈ പറയുന്ന ഭക്തൻ എന്ന നിലയിലും ഒരു സ്പോൺസർ എന്ന നിലയിലും അദ്ദേഹത്തെ അറിയാമെന്ന് കടകംപള്ളി മാറ്റി പറയുകയുണ്ടായി. അതിനപ്പുറം ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തരത്തിൽ എന്താ പറയാ, ഈ വിദേശയാത്രകൾ നടത്തിയതിൽ പോലും, അല്ലെങ്കിൽ ചെന്നൈയിൽ പോയ സംഭവത്തിൽ പോലും അദ്ദേഹം പോയപ്പോൾ ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രത്യേകമായി കണ്ടിരുന്നു എന്നുള്ള രീതിയിൽ, രഹസ്യമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ യഥാർത്ഥത്തിൽ, അതായത് കടകംപള്ളി യഥാർത്ഥത്തിൽ കൊടുക്കുന്നത് കടകംപള്ളി പറയുന്ന പല നുണകളും തന്നെയല്ലേ? ഒരുപക്ഷെ ഇദ്ദേഹം യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് തുറന്നു പറഞ്ഞാൽ ഇത്രത്തോളം പ്രതിസന്ധിയിൽ അദ്ദേഹത്തെ എത്തിക്കില്ലായിരുന്നു എന്ന് തോന്നുന്നു. അല്ല, യാഥാർത്ഥ്യം തുറന്നു പറയാൻ പറ്റില്ല. ഞാൻ ആദ്യം തൊട്ട് ഇതിൽ ആരോപിക്കുന്നത് കടകംപള്ളി മാത്രമല്ല, കടകംപള്ളിയിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ല ഈ അന്വേഷണം. യാഥാർത്ഥ്യം തുറന്നു പറഞ്ഞാൽ പിണറായി വിജയനും കുടുങ്ങും എന്നുള്ളതാണ് എന്റെ ടേക്ക്, വ്യക്തിപരമായ എന്റെ ടേക്ക്. കാരണം പത്മകുമാർ യാഥാർത്ഥ്യം, N വാസു യാഥാർത്ഥ്യം തുറന്നു പറഞ്ഞപ്പോഴാണ് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുന്നത്. പത്മകുമാർ യാഥാർത്ഥ്യം തുറന്നു പറഞ്ഞപ്പോഴാണ്
കടകംപള്ളിയെ ചോദ്യം ചെയ്യേണ്ടി വരുന്നത്. ഇനി കടകംപള്ളി യാഥാർത്ഥ്യം തുറന്നു പറഞ്ഞാൽ ആരിലേക്ക് ചെല്ലും എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. കടകംപള്ളിയുടെ തൊട്ടും മുകളിലുള്ള ആൾ പിണറായി വിജയനാണ്. പിണറായി വിജയനിലേക്ക് എത്താതെ ഈ അന്വേഷണത്തിന് ഒരു പൂർണ്ണസ്ഥിതി പ്രാപിക്കാൻ സാധിക്കുമെന്ന വിശ്വാസം എനിക്കില്ല. പിന്നെ കടകംപള്ളി ഒരു ശുദ്ധനാണ്. അദ്ദേഹം ഇങ്ങനെ എന്താണ് എന്നെ കള്ളാന്ന് വിളിക്കാതിരിക്കാൻ പറ്റുമോ എന്നൊക്കെ വന്ന് കോടതിയിൽ ചോദിക്കുക ഒരു രാഷ്ട്രീയ നേതാവാണ് എന്നുള്ളത് ആലോചിക്കണം. മന്ത്രിയായിരുന്ന ഒരാൾ യാചിക്കുകയാണ്. മറ്റേ സിനിമയിൽ മോഹൻലാൽ ചോദിക്കുന്ന പോലെ എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന പോലെ എന്നെ ട്രോളാതിരിക്കാൻ പറ്റുമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ആ രീതിയിലാണ് ഇവരുടെ മുന്നോട്ട് പോകല്. പിന്നെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ CPM-നെ വലിയ പ്രതിസന്ധിയിൽ എത്തിച്ചോ എന്ന് ചോദിച്ചാൽ പ്രതിസന്ധിയിൽ എത്തിച്ചെങ്കിലും അത് ഇവർ അംഗീകരിക്കില്ല. നമ്മൾ കഴിഞ്ഞ ഒരു ടേക്കിൽ സംസാരിച്ചിരുന്നല്ലോ, CPM-നെ തോപ്പിക്കാനൊക്കെ എളുപ്പമാണ്, അവരെ അംഗീകരിപ്പിക്കാനാണ് പാട്. അതുപോലെ അവരൊരു ക്യാപ്സ്യൂൾ വിഴുങ്ങിയിട്ടുണ്ട്. ആ ക്യാപ്സ്യൂളിനെതിരാണ്, നിങ്ങൾക്കെതിരായി ഇത് വന്നിട്ടുണ്ടെന്നും ജനവിധി നിങ്ങൾക്കെതിരാണെന്നും ശബരിമല വാദിച്ചു എന്നും നമ്മൾ എത്ര പറഞ്ഞാലും അവർ വിശ്വസിക്കാൻ പോകുന്നു. ജനം രമ്പി ഒരു കടലായി വന്ന് അവരോട് പറഞ്ഞാലും അവരത് വിശ്വസിക്കില്ല. പിന്നെ അങ്ങ് പറഞ്ഞത് കടകംപള്ളിയെ മത്സരിപ്പിക്കുമെന്നാണ്. കടകംപള്ളിയെ മത്സരിപ്പിക്കണം എന്നത് കോൺഗ്രസിന്റെ ആവശ്യമാണ്. കടകംപള്ളി മത്സരിക്കണം. പിന്നീട് മറ്റൊരു വാർത്ത പുറത്തു വരുന്നത് പിണറായി വിജയനാണ് അടുത്ത തെരഞ്ഞെടുപ്പിനെ നയിക്കാൻ പോകുന്നതെന്നാണ്. ഞങ്ങൾ കോൺഗ്രസ് ക്യാമ്പിൽ വലിയ ആഹ്ലാദമാണ്, വലിയ സന്തോഷമാണ്. ഇവിടെയുള്ള കോൺഗ്രസിന്റെ യുവ നേതാക്കളെല്ലാം ഞങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ പിണറായി വിജയൻ ഈ തെരഞ്ഞെടുപ്പിൽ LDF-നെ നയിക്കാതിരിക്കുമോ എന്ന ആശങ്കയായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത്. പക്ഷെ പിണറായി വിജയൻ നയിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ ഞങ്ങളുടെ ഏതാണ്ട് പാതി പണി പൂർത്തിയായിരിക്കുന്നു. ഞങ്ങൾക്ക് പാതി പണി ഇനി കുറച്ചെടുത്താൽ മതി, റെസ്റ്റ് എടുക്കാം. പിണറായി വിജയൻ തന്നെ നയിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ പാതിയിലേറെ വോട്ടുകളും അവർക്ക് കിട്ടാൻ വേണ്ടി നിൽക്കുന്ന വോട്ടുകൾ പോലും നഷ്ടപ്പെടുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതെ, ഇപ്പൊ എന്തായാലും ഇപ്പോ വക്കീൽ സൂചിപ്പിച്ചതുപോലെ തന്നെ CPM പറഞ്ഞു കഴിഞ്ഞു, കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്താൽ പോലും അവര് കുറ്റാരോപിതൻ മാത്രമായി തന്നെയാണ് പാർട്ടിയിൽ വിശ്വസിക്കുന്നുള്ളൂ. പാർട്ടി ഒരിക്കലും ഇദ്ദേഹത്തെ ഒരു തെറ്റുകാരനായി പ്രതിയായി കാണില്ല എന്ന് CPM തുറന്നു പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഇനിയിപ്പോൾ വരും സമയങ്ങളിൽ ഇത്തരത്തിൽ SIT-യുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ SIT ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും കടകംപള്ളി സുരേന്ദ്രന്റെയും മൊഴികൾ താരതമ്യം ചെയ്യുന്നുണ്ട്, പരിശോധിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. വരും സമയങ്ങളിൽ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ വരുമ്പോൾ നമുക്ക് ഇത് വീണ്ടും സംസാരിക്കാം. ഏതായാലും ചർച്ചയിൽ പങ്കെടുത്തതിൽ നന്ദി. താങ്ക് യു.